ബ്യൂട്ടി മീൻസ് ക്വാളിറ്റി. ക്വാളിറ്റി പ്രൊഡക്ട്സുകളുമായി നിങ്ങളുടെ സൗന്ദര്യ സങ്കല്പങ്ങളെ സാക്ഷാത്കരിക്കുന്നതിന് ഞങ്ങളുണ്ട് കൂടെ. റോയൽ ബ്യൂട്ടി പാർലർ ആൻഡ് സ്പാ, ചേലക്കര. അമേരിക്ക ഇറാൻ യുദ്ധ സാഹചര്യത്തിൽ സമാധാനം ആവശ്യപ്പെട്ടുകൊണ്ട് CPI ചേലക്കര മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ യുദ്ധവിരുദ്ധ ജാഥയും ധർണയും സംഘടിപ്പിച്ചു. ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറി EM സതീശൻ ഉദ്ഘാടനം ചെയ്തു. അമേരിക്കയും ഇറാനും തമ്മിലുള്ള യുദ്ധ സാഹചര്യത്തെ അപലപിച്ചും സമാധാനത്തിനായുള്ള ആഹ്വാനം മുഴക്കിയും CPI ചേലക്കര മേഖലാ കമ്മിറ്റി യുദ്ധവിരുദ്ധ ജാഥയും ധർണയും സംഘടിപ്പിച്ചു. ലോകം മൂന്നാം ലോകമഹായുദ്ധത്തിന്റെ വക്കിലെത്തി നിൽക്കുന്ന ഈ ഘട്ടത്തിൽ സമാധാനം ആഗ്രഹിക്കുന്ന ജനതയ്ക്കൊപ്പം CPI ഉറച്ചു നിൽക്കുമെന്ന് ഭാരവാഹികൾ വ്യക്തമാക്കി. രഹസ്യമായി പരസ്യമായി കൊടുക്കപ്പെടുന്ന ഒരു നിലപാട് നമുക്കറിയപ്പെടുന്നതാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചേലക്കര മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലുള്ള യുദ്ധ റാലിയാണ് നടത്തപ്പെടുന്നത്. ഈ റാലിയിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കപ്പെടുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ CPIയുടെ തൃശ്ശൂർ ജില്ലാ കമ്മിറ്റിയുടെ അസിസ്റ്റന്റ് സെക്രട്ടറി കൂടിയായ സതീശേട്ടനാണ്. സതീശേട്ടനെ പാർട്ടിയുടെ മണ്ഡലം കമ്മിറ്റിക്ക് വേണ്ടി സ്വാഗതം ചെയ്യുക. അതുപോലെ തന്നെ ഈ പ്രതിഷേധ യോഗത്തിന് അധ്യക്ഷത വഹിക്കുന്നത് CPIയുടെ ചേലക്കര മണ്ഡലം കമ്മിറ്റിയുടെ സെക്രട്ടറി ശ്രീകുമാരനാണ്. സ്വാഗതം ചെയ്യുന്നു. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മണ്ഡല സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ, പാർട്ടി ലോക്കൽ സെക്രട്ടറിമാർ, മണ്ഡല കമ്മിറ്റി അംഗങ്ങൾ, പാർട്ടിയുടെ ലോക്കൽ സെക്രട്ടറിമാർ ഉൾപ്പെടെയുള്ള വർഗ സെക്രട്ടറിയുടെ സഖാക്കൾ ഉൾപ്പെടെയുള്ള എല്ലാവരും തൃശൂർ ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറി EM സതീശൻ ധർണ ഉദ്ഘാടനം ചെയ്തു. യുദ്ധം ലോകത്തെപ്പോഴും കെടുതികളാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ലോകത്തിന്റെ ചരിത്രം ഇന്നേ വരെ പരിശോധിച്ചാൽ എല്ലാ യുദ്ധങ്ങളും വ്യർത്ഥമായിരുന്നു എന്ന് കാണാൻ പറ്റും. മഹാഭാരതം എന്ന ഭാരതത്തിന്റെ വിഖ്യാതമായ ഇതിഹാസ കൃതി അവസാനിക്കുന്ന യുദ്ധവിലാപത്തോടു കൂടിയാണ്. മനുഷ്യ ചരിത്രത്തിൽ എല്ലാ കാലത്തും യുദ്ധങ്ങൾ കെടുതികളാണ് സൃഷ്ടിച്ചിട്ടുള്ളത് എന്ന് മഹാഭാരതം നമ്മോട് പറയുന്നു. അതിനുശേഷം നടന്ന എല്ലാ യുദ്ധങ്ങളും മതത്തിന്റെ പേരിൽ, ജാതിയുടെ പേരിൽ, രാഷ്ട്രീയത്തിന്റെ പേരിൽ, സമ്പത്തിന്റെ പേരിൽ, സാമ്രാജ്യങ്ങളുടെ പേരിൽ നടന്ന എല്ലാ യുദ്ധങ്ങളിലും ദശലക്ഷക്കണക്കിന് മനുഷ്യരാണ് മാനവരാശിയുടെ ചരിത്രത്തിൽ പിടഞ്ഞു വീണ് മരിച്ചിട്ടുള്ളതെന്ന് കാണാൻ പറ്റും. 20-ാം നൂറ്റാണ്ടുകളുടെ 2 മഹായുദ്ധങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. ഒന്നാം ലോക മഹായുദ്ധം 1919 ലക്ഷക്കണക്കിന് മനുഷ്യരെ കൊന്നൊടുക്കിക്കൊണ്ടാണ് അവസാനിച്ചത്. എന്നാൽ അവിടെ നിന്നും പാഠം പഠിക്കാതെയാണ് 2ാം ലോക മഹായുദ്ധം 1939 മുതൽ 1945 വരെയുള്ള 6 വർഷക്കാലം നീണ്ട യുദ്ധത്തിൽ 3 കോടി മനുഷ്യരാണ് പിടഞ്ഞു വീണ് മരിച്ചത്. ഈ യുദ്ധങ്ങളെല്ലാം തന്നെ അധികാരം നിലനിർത്താനും പിടിച്ചടക്കാനും സമ്പത്ത് കുന്നുകൂട്ടാനും വേണ്ടിയായിരുന്നു. അതിനുശേഷം നിരവധിയായ യുദ്ധങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾക്കറിയാം, കഴിഞ്ഞ 5 വർഷത്തിലധികം കാലമായി റഷ്യയും യുക്രൈനും തമ്മിൽ യുദ്ധത്തിലാണ്. അവിടെയും ആയിരക്കണക്കിന് ആളുകൾ പിടഞ്ഞു വീണ് മരിച്ചതിന്റെ വാർത്തകളാണ് നാം എല്ലാ ദിവസങ്ങളിലും കേട്ടുകൊണ്ടിരുന്നത്. അതിനുശേഷം നിങ്ങൾക്കറിയാം, പലസ്തീന്റെ മണ്ണിൽ അമേരിക്കയുടെ മുൻകൈയിൽ ഇസ്രായേലിനെ പിന്തുണച്ചുകൊണ്ട് പലസ്തീനിലെ ജനതകളെ കൊന്നൊടുക്കിക്കൊണ്ടിരിക്കുകയാണ്. യുദ്ധം തുടർന്ന ലോകം നേരിടേണ്ടി വരുന്ന ഭയാനകമായ ഭവിഷ്യത്തുകളെക്കുറിച്ച് അദ്ദേഹം ഉദ്ഘാടന പ്രസംഗത്തിൽ മുന്നറിയിപ്പ് നൽകി. മണ്ഡലം സെക്രട്ടറി P. ശ്രീകുമാർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ജില്ലാ കമ്മിറ്റി അംഗം PP. സുനിൽ സ്വാഗതം ആശംസിച്ചു. ജാഥയിൽ മണ്ഡലം കമ്മിറ്റി ഭാരവാഹികളും നിരവധി പ്രവർത്തകരും അണിനിരന്നു. ഇന്ന് ലോകത്തിലെ ജനതയാകെ മരണത്തെ മുഖാമുഖം കണ്ടുകൊണ്ടിരിക്കുക. ലോകത്ത് 3ാം ലോക മഹായുദ്ധത്തിലേക്ക് രാജ്യം നീങ്ങുന്ന സ്ഥിതിയിലേക്കാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിനെതിരായി സമാധാനം ആഗ്രഹിക്കുന്ന മുഴുവൻ മനുഷ്യ സ്നേഹികളുടെ ഐക്യവും യോജിപ്പും രാജ്യത്ത് വളർത്തിക്കൊണ്ടുവരണം. ന്യൂസ് ഡെസ്ക് CCV.